നമസ്കാരം. സുപ്രീം വോയിസ് ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. അത്താണി വാർഡ് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ജനകീയ പ്രതിഷേധം നടന്നു. മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണത്തിന്റെ ഭാഗമായി നടത്തുന്ന തീവ്രയജ്ഞ പരിപാടി നടന്നു. വടക്കാഞ്ചേരി തിരുത്തിപ്പറമ്പ് 29-ാം ഡിവിഷനിലെ പോസ്റ്റ് ലൈറ്റുകൾ കത്തുന്നില്ല എന്നാരോപിച്ച് ഡിവിഷൻ കൗൺസിലർ ജോയിൽ മഞ്ഞല. അത്താണി വാർഡ് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ജനകീയ പ്രതിഷേധം നടന്നു. അത്താണി വാർഡ് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അത്താണി മേൽപ്പാലത്തിന് മുൻവശത്ത് നടത്തിയ ജനകീയ പ്രതിഷേധം വാർഡ് പ്രസിഡന്റ് കെ വി ജനാർദ്ദനന്റെ അധ്യക്ഷതയിൽ വടക്കാഞ്ചേരി നഗരസഭാ പ്രതിപക്ഷ നേതാവ് SAA ആസാദ് ഉദ്ഘാടനം ചെയ്തു. ഇവിടെ ജനകീയ പ്രതിഷേധം നടക്കുമ്പോൾ ഇന്ന് പുലർച്ചെ 2 മണിക്ക് റോഡുകൾ സർക്കാർ കുഴിയടക്കൽ നടക്കുകയാണെന്നും ഈ ജനകീയ പ്രതിഷേധം ഇവിടെ അവസാനിക്കില്ലെന്നും റോഡ് മുഴുവനായി ടാർ ചെയ്യണമെന്നും മറ്റുള്ള സ്ഥലങ്ങളിലും ജനകീയ പ്രതിഷേധങ്ങൾ ഉയരുമെന്നും നഗരസഭാ പ്രതിപക്ഷ നേതാവ് ആസാദ് പറഞ്ഞു. ചടങ്ങിൽ വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PG ജയദീപ് മുഖ്യപ്രഭാഷണം നടത്തി. ജനകീയ പ്രതിഷേധത്തിൽ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് NR രാധാകൃഷ്ണൻ, ജയൻമംഗലം ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ഫിലിപ്പ് ജേക്കബ് അത്താണി, ബ്ലോക്ക് കോൺഗ്രസ് ട്രഷറർ PS രാധാകൃഷ്ണൻ, മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പുഷ്പലത, കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറിമാരായ രാജീവ് രാജഗോപാൽ, ഷെരീഫ് അത്താണി, സജീവൻ പാർലിക്കാട്, തോമസ് തിരുത്തിപ്പറമ്പ്, വാർഡ് പ്രസിഡന്റുമാരായ ഷാജി പുറത്തൂർ, പ്രകാശൻ ബെന്നി ബൈപ്പാസ്, മഹിളാ കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് റോസി, ദളിത് കോൺഗ്രസ് ബ്ലോക്ക് ഭാരവാഹി തങ്കൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണത്തിന്റെ ഭാഗമായി നടത്തുന്ന തീവ്രയജ്ഞ പരിപാടി നടന്നു. മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണത്തിന്റെ ഭാഗമായി നടത്തുന്ന തീവ്രയജ്ഞ പരിപാടിയിൽ വടക്കാഞ്ചേരി നഗരസഭയുടെ പരിധിയിലുള്ള സ്ഥലങ്ങളിൽ വനവുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങൾക്കുള്ള പരാതികൾ 16/9/2025 മുതൽ 30/9/2025 വരെയുള്ള ദിവസങ്ങളിലായി തീവ്രത്തിന്റെ ആദ്യഘട്ടം നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രന്റെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. യോഗത്തിൽ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ഷീല മോഹൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജമീല B AM, നഗരസഭാ കൗൺസിലർമാർ, ഫോറസ്റ്റ് ഓഫീസർമാർ, വനപ്രദേശത്തിനടുത്ത് താമസിക്കുന്നവർ, നഗരസഭാ സെക്രട്ടറി ഇൻചാർജ് റിസ്മി മുഹമ്മദ് തുടങ്ങിയവർ പങ്കെടുത്തു. വടക്കാഞ്ചേരി നഗരസഭ വനം വകുപ്പിന്റെ ഹെൽപ്പ് ഡെസ്ക് സ്ഥാപിച്ചു. ഈ ഹെൽപ്പ് ഡെസ്ക് വഴി പരാതികളും പ്രശ്നങ്ങളും ശേഖരിക്കുകയും അതിന്മേൽ ഫലപ്രദമായ പരിഹാരങ്ങളും കണ്ടെത്തുവാനാണ് ഇതുകൊണ്ട് ലക്ഷ്യമിടുന്നത്. വനം വകുപ്പ് ഉദ്യോഗസ്ഥരും നഗരസഭാ കൗൺസിലർമാരും അടങ്ങുന്ന ടീമുകൾ ഈ ഹെൽപ്പ് ഡെസ്കുകൾ മുഖേന പൊതുജനങ്ങളിൽ നിന്ന് പരാതികൾ ശേഖരിക്കുകയും ഇതിനായി ഒരു ഫെസിലിറ്റേറ്ററെ ചുമതലപ്പെടുത്തുകയും പ്രാദേശിക തലത്തിൽ പരിഹരിക്കാൻ കഴിയുന്ന പ്രശ്നങ്ങൾക്ക് 1-ാം ഘട്ടത്തിൽ തന്നെ പരിഹാരം കാണുന്നതിനും തീരുമാനിച്ചു. മനുഷ്യ വന്യജീവി സംഘർഷം കുറയ്ക്കുന്നതിനും പൊതുജനങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനും വനസംരക്ഷണം കാര്യക്ഷമമാക്കുന്നതിനും ലക്ഷ്യമിടുന്ന ഈ തീവ്രയജ്ഞ പരിപാടിയുടെ വിജയത്തിന് പൊതുജനങ്ങളുടെ സജീവ പങ്കാളിത്തവും സഹകരണവും അത്യന്താപേക്ഷിതമാണ്. നഗരസഭയിലും ബന്ധപ്പെട്ട റേഞ്ച് ഓഫീസുകളിലും 2025 സെപ്റ്റംബർ 16 മുതൽ 30 വരെ സ്ഥാപിക്കുന്ന വനം വകുപ്പിന്റെ ഹെൽപ്പ് ഡെസ്ക് സ്കൂളുകളിലെ പരാതിപ്പെട്ടികളിൽ ബന്ധപ്പെട്ട് പൊതുജനങ്ങൾ നേരിടുന്ന വിവിധങ്ങളായ പ്രശ്നങ്ങളും പരാതികളും നിർദ്ദേശങ്ങളും നിക്ഷേപിക്കണമെന്ന് നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ പറഞ്ഞു. വടക്കാഞ്ചേരി തിരുത്തിപ്പറമ്പ് 29-ാം ഡിവിഷനിലെ പോസ്റ്റ് ലൈറ്റുകൾ കത്തുന്നില്ല എന്നാരോപിച്ച് ഡിവിഷൻ കൗൺസിലർ ജോയിൽ മഞ്ഞല. വടക്കാഞ്ചേരി നഗരസഭയുടെ ഇന്നത്തെ കൗൺസിൽ മീറ്റിംഗിൽ കഴിഞ്ഞ 3 മാസമായിട്ട് സ്ട്രീറ്റ് ലൈറ്റ് പല ഭാഗത്തും കത്തുന്നില്ല എന്നുള്ള വിഷയം ഉന്നയിച്ചിരുന്നു. ഓട്ടോമാറ്റിക് സെൻസറുകളുള്ള ഭാഗത്താണ് ഇത് കത്താത്തത്. സെൻസർ കഴിഞ്ഞ തവണ വന്നിട്ടുള്ള ഒരു സ്റ്റോക്കും നിലവിൽ വർക്കിംഗ് അല്ല. ഇട്ട അന്നേ ദിവസം തന്നെ അടിച്ചു പോയിരിക്കുകയാണ്. ഇത് റിപ്പയർ ചെയ്യാൻ കൊടുത്തിട്ട് നാളിതുവരെയായിട്ട് വന്നിട്ടുമില്ല. പല ഡിവിഷനുകളിലും ഇത് ഉണ്ട്. ആ വിഷയം പറഞ്ഞപ്പോൾ ചെയർമാൻ പറഞ്ഞത് ഓരോ വർഷവും അതത് കൗൺസിലേഴ്സിന് കിട്ടുന്ന ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് സ്ട്രീറ്റ് ലൈൻ വലിച്ചാൽ പ്രശ്നം തീരില്ലെന്നാണ്. ഭരണപക്ഷ കൗൺസിലേഴ്സിന് ഒരുപക്ഷെ അത് പറ്റുമായിരിക്കും. കാരണം ഒരു വർഷം 20 ലക്ഷം 30 ലക്ഷം രൂപയൊക്കെ കൊടുക്കുന്ന അത്തരം കൗൺസിലേഴ്സിനെ ഒരുപക്ഷെ ആ വാർഡിൽ സ്ട്രീറ്റ് ലൈൻ വലിക്കാനൊക്കെ കഴിയുമായിരിക്കും. പക്ഷേ 5 ലക്ഷം മുതൽ 8 ലക്ഷം രൂപ വരെ പ്രതിപക്ഷ കൗൺസിലേഴ്സിന് കൊടുക്കുമ്പോൾ അതിൽ നിന്ന് സ്ട്രീറ്റ് ലൈൻ വലിക്കാനായിട്ട് കഴിയില്ല. നഗരസഭ പ്രത്യേകമായിട്ട് 3.5 കോടി രൂപ നിലാവ് എന്ന് പറഞ്ഞ പദ്ധതിക്ക് വേണ്ടി നടപ്പിലാക്കാൻ കഴിയുമെന്ന് പറഞ്ഞു വെച്ചത് നാളിതുവരെയായിട്ട് 5 വർഷം പൂർത്തീകരിക്കുമ്പോഴും 3-4 കിലോമീറ്ററിന് മുകളിൽ സ്ട്രീറ്റ് ലൈൻ വലിക്കാനുള്ള നിലാവ് പദ്ധതി എവിടെയും എത്തിയിട്ടില്ല. 3.5 കോടി രൂപയുടെ ഫണ്ട് വയ്ക്കാമെന്ന് പറഞ്ഞിട്ട് നഗരസഭയുടെ സ്ട്രീറ്റ് ലൈൻ വലിക്കാമെന്ന് പറഞ്ഞിട്ട് നാളിതുവരെയായിട്ടും ആ പദ്ധതി എവിടെയും എത്തിയിട്ടില്ല. അത് ചെയർമാനോട് വെച്ചപ്പോൾ ചെയർമാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ആ 3.5 കോടി വലിക്കാനുള്ള ഫണ്ട് ഇല്ല എന്നാണ് പറഞ്ഞത്. ഇതേപോലെ തന്നെയാണ് ഒരു പ്രതിപക്ഷ കൗൺസിലർക്കും സ്ട്രീറ്റ് ലൈൻ വലിക്കാനുള്ള ഫണ്ടില്ല. അത് എത്രയും പെട്ടെന്ന് അനുവദിച്ച് തരണം. അതിന് ബദലായിട്ടാണ് ഓട്ടോമാറ്റിക് സെൻസർ ഇടാൻ പറയുന്നത്. ആ സെൻസർ ഇടാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളാണ് ഇപ്പോൾ സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്.
വടക്കാഞ്ചേരി വയോധികന്റെ കാലിൽ തിളച്ച വെള്ളമൊഴിച്ച് പൊള്ളിച്ചതായി പരാതി. മദ്യപിച്ച് റോഡരികിൽ കിടന്ന വയോധികന്റെ കാലിൽ തിളച്ച വെള്ളമൊഴിച്ച് പൊള്ളിച്ചതായി പരാതി. വടക്കാഞ്ചേരി തെക്കുംകര സ്വദേശി ശശിധരന്റെ കാലിലാണ് വെള്ളമൊഴിച്ച് പൊള്ളിച്ചെന്ന പരാതി ഉയർന്നിരിക്കുന്നത്. പൊള്ളലേറ്റ ശശിധരൻ ഇപ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. തിരുവോണ നാളിലായിരുന്നു സംഭവം. സംഭവത്തിൽ പരാതി നൽകിയിട്ടും പ്രതികളെ പോലീസിന് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്ന് ശശിധരന്റെ കുടുംബം പറയുന്നത്. വിവാഹ വാഗ്ദാനം നൽകി ലൈംഗികമായി പീഡിപ്പിച്ച കേസിലെ പ്രതി റിമാൻഡിൽ. വിവാഹ വാഗ്ദാനം നൽകി ലൈംഗികമായി പീഡിപ്പിച്ച കേസിലെ പ്രതി പാലക്കാട് അലമ്പാറ സ്വദേശി കല്ലിങ്ങൽ വീട്ടിൽ 24 വയസ്സുള്ള നിതിൻ ഗോകുൽ തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തു. അന്തിക്കാട് പോലീസ് സ്റ്റേഷനിൽ കേസെടുത്തിരുന്നു. നടപടികൾക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. അന്വേഷണം ഇരിങ്ങാലക്കുട ഡിവൈഎസ്പി ഷാജു CL, ASI പ്രസാദ്, GSP CPO ജീവൻ, ഉമേഷ് എന്നിവർ ചേർന്ന സംഘമാണ് നടത്തിയത്. ഇടവേള. തൃശൂരിലെ പ്രശസ്തമായ സുധർമ്മ മെട്രോപോളിസ് ലബോറട്ടറി ഇപ്പോൾ വടക്കാഞ്ചേരിയിലും. ആരോഗ്യരംഗത്ത് 40 വർഷത്തിലേറെ പാരമ്പര്യം, 400-ൽ പരം ടെസ്റ്റുകൾ, 250ഓളം ലാബുകൾ, 1500 പേഷ്യന്റ് സർവീസ് സെന്ററുകൾ, കൃത്യതയാർന്ന രോഗനിർണയം, എല്ലാ ഡോക്ടർമാരും വിശ്വാസം അർപ്പിക്കുന്ന റിപ്പോർട്ടുകൾ. ഓട്ടുപാറയിൽ ഞങ്ങൾക്ക് മറ്റു ബ്രാഞ്ചുകളില്ല. സുധർമ്മ മെട്രോപോളിസ്, കോടതിക്ക് പിൻവശം, ഗണപതി കോംപ്ലക്സ്, ഗേൾസ് ഹൈസ്കൂൾ റോഡ്, വടക്കാഞ്ചേരി. കോൺടാക്ട് 7012712910. തിരികെ വാർത്തകളിലേക്ക്. മുക്കുപണ്ടം പണയം വെച്ച് 1,71,295 രൂപയുടെ തട്ടിപ്പ് നടത്തിയ കേസിലെ പ്രതി റിമാൻഡിൽ. താഴേക്കാട് സർവീസ് സഹകരണ ബാങ്കിന്റെ കുണ്ടൂർ ശാഖയിൽ 24/1/2024 തീയതി 24.100 ഗ്രാം തൂക്കം വരുന്ന ആർഡിയൻ മോഡൽ മുക്കുപണ്ടമാല പണയം വെച്ച് 1,11,295 രൂപയും 4/5/2024 തീയതി 12 ഗ്രാം മുത്തരഞ്ഞാൻ മോഡൽ മുക്കുപണ്ട അരഞ്ഞാൻ പണയം വെച്ച് 60,000 രൂപ അടക്കം മൊത്തം 1,71,295 രൂപ കൈപ്പറ്റി തട്ടിപ്പ് നടത്തിയ സംഭവത്തിന് താഴേക്കാട് സർവീസ് സഹകരണ ബാങ്ക് സെക്രട്ടറി, താഴേക്കാട് സ്വദേശി മടവന വീട്ടിൽ ജാൻസി 57 വയസ്സ് എന്നിവരുടെ പരാതിയിൽ ആളൂർ പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. ഈ കേസിലെ പ്രതിയായ പുത്തൻചിറ പെരുമ്പങ്കുന്ന് സ്വദേശി മാക്കാട്ടിൽ വീട്ടിൽ സൈജു എന്നയാളെയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B. കൃഷ്ണകുമാർ IPSന്റെ നേതൃത്വത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. നടപടിക്രമങ്ങൾക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. ആഗോള അയ്യപ്പ സംഗമം 20-ന് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. ആഗോള അയ്യപ്പ സംഗമത്തിന് ഒരുങ്ങി ശബരിമല. പ്രതിനിധികളുടെ പട്ടിക തയ്യാറായെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ അയ്യപ്പ സംഗമം ഉദ്ഘാടനം ചെയ്യും. എതിർപ്പുകൾ മാറ്റിവെച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ അയ്യപ്പ സംഗമത്തിന് വരണമെന്നും PS പ്രശാന്ത് പറഞ്ഞു. ശബരിമലയുടെ വികസനത്തിന് നാഴികക്കല്ലാകുന്ന ആഗോള അയ്യപ്പ സംഗമത്തിന് ശബരിമല ഒരുങ്ങി. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും വിദേശ പ്രതിനിധികളും എത്തും. വടക്കാഞ്ചേരി തിരുത്തിപ്പറമ്പ് ലക്ഷംവീട് പ്രദേശത്തു നിന്നും പടുകൂറ്റൻ പെരുമ്പാമ്പിനെ പിടികൂടി. വടക്കാഞ്ചേരി തിരുത്തിപ്പറമ്പ് ലക്ഷംവീട് പ്രദേശത്തു നിന്നും പടുകൂറ്റൻ പെരുമ്പാമ്പിനെ പിടികൂടി. തിങ്കളാഴ്ച രാത്രി 9:30ഓടെയായിരുന്നു സംഭവം. പെരുമ്പാമ്പിനെ കണ്ട പ്രദേശവാസികൾ ഡിവിഷൻ കൗൺസിലർ ജോയൽ മഞ്ഞരെ വിവരം അറിയിച്ചു. കൗൺസിലർ എരുമപ്പെട്ടി ഫോറസ്റ്റ് ഓഫീസിൽ വിവരം അറിയിക്കുകയും സ്നേക്ക് റെസ്ക്യൂവർ അഷ്റഫിന്റെ നേതൃത്വത്തിൽ പെരുമ്പാമ്പിനെ പിടികൂടുകയും ചെയ്തു. 10 അടിയോളം നീളവും 20-25 കിലോഗ്രാം ഭാരവുമുള്ള മലമ്പാമ്പിനെയാണ് പിടികൂടിയത്. ടോൾ വിലക്ക്, ദേശീയപാത നിർമ്മാണം വീണ്ടും കലക്ടർ പരിശോധിക്കും. ദേശീയപാതയിലെ ഗതാഗതക്കുരുക്കിന്റെ പേരിൽ ഓഗസ്റ്റ് 6-ന് നിർത്തിയ പാലിയേക്കരയിലെ ടോൾ പിരിവ് പുനഃസ്ഥാപിക്കുന്ന കാര്യം ഹൈക്കോടതി ഇനി പരിഗണിക്കുന്നത് നാളെ. അറ്റകുറ്റപ്പണിയിലെ വീഴ്ചയെ തുടർന്ന് അതിഗുരുതരമായ ഗതാഗതക്കുരുക്ക് പതിവായതോടെ കഴിഞ്ഞ ഓഗസ്റ്റ് 6-നാണ് ഹൈക്കോടതി ടോൾ പിരിവ് നിർത്തിവെപ്പിക്കുന്നത്. അടിപ്പാത നിർമ്മാണങ്ങൾ NHAI വേണ്ടത്ര ജാഗ്രത പുലർത്താത്തതാണ് പ്രധാന പ്രതിസന്ധിയായത്. യാത്രക്കാരുടെ ദുരിതങ്ങളെ തുടക്കം മുതൽ കണക്കിലെടുക്കാത്ത NHAI നിലപാടിനെക്കുറിച്ച് കളക്ടർ അർജുൻ പാണ്ഡെ നൽകിയ റിപ്പോർട്ടാണ് ടോൾ നിർത്തിവെച്ചുകൊണ്ടുള്ള വിധിക്ക് ഹൈക്കോടതി അടിസ്ഥാനമാക്കിയത്. നാളെ കേസ് പരിഗണിക്കും. മുൻപ് വീണ്ടും റിപ്പോർട്ട് സമർപ്പിക്കാൻ കളക്ടർ കോടതിക്ക് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അറ്റകുറ്റപ്പണികളുടെ പുരോഗതി NHAI അറിയിക്കുന്നതിനനുസരിച്ച് കളക്ടർ പരിശോധന നടത്തിയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരുന്നത്. കുപ്രസിദ്ധ ഗുണ്ട മിൽച്ചോയെ കാപ്പ ചുമത്തി തടങ്കലിലാക്കി. ആളൂർ സ്റ്റേഷൻ പരിധിയിലെ കുപ്രസിദ്ധ ഗുണ്ടയും വധശ്രമ കേസിലെ പ്രതിയുമായ മൂരിയാട് ഉള്ളാട്ടിക്കുളം വീട്ടിൽ 29 വയസ്സുള്ള മിൽജോ എന്നയാളെ കാപ്പ ചുമത്തി 6 മാസ കാലത്തേക്ക് തടങ്കലിലാക്കി. ആളൂർ പോലീസ് സ്റ്റേഷൻ റൌഡിയായ മിൽജോയ്ക്കെതിരെ മയക്കുമരുന്ന് വിൽപ്പന നടത്തിയതിന് തൃശൂർ മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിലും ആളൂർ സ്റ്റേഷനിലും ഇരിങ്ങാലക്കുടയിലും കേസുകളുണ്ട്. കൂടാതെ ആളൂർ സ്റ്റേഷനിൽ ഒരു വധശ്രമ കേസും അടിപിടി കേസും അടക്കം
11 ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ്. റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ IPS നൽകിയ ശുപാർശയിൽ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ IAS ആണ് ഉത്തരവ് പുറപ്പെടുവിച്ചത്. ആളൂർ സ്റ്റേഷൻ ഇൻസ്പെക്ടർ ബി ഷാജിമോൻ, സബ് ഇൻസ്പെക്ടർ ജോർജ്, സിവിൽ പോലീസ് ഓഫീസർമാരായ ജിബിൻ, ആഷിഖ്, ശ്രീജിത്ത് എന്നിവരാണ് കാപ്പ ചുമത്തുന്നതിലും ഉത്തരവ് നടപ്പാക്കുന്നതിലും പ്രധാന പങ്കുവഹിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. അത്താണി വാർഡ് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ജനകീയ പ്രതിഷേധം നടന്നു. മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണത്തിന്റെ ഭാഗമായി നടത്തുന്ന തീവ്രയജ്ഞ പരിപാടി നടന്നു. വടക്കാഞ്ചേരി തിരുത്തിപ്പറമ്പ് 29ാം ഡിവിഷനിലെ പോസ്റ്റ് ലൈറ്റുകൾ കത്തുന്നില്ല എന്നാരോപിച്ച് ഡിവിഷൻ കൗൺസിലർ ജോയിൽ മഞ്ഞല. ഇതോടുകൂടി വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.